ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല മഴയുണ്ട്. നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പം തന്നെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ദിവസമാണ്. ഓണം റിലീസായിട്ട് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ റിലീസായ ദിവസമാണ്. അപ്പം ഞങ്ങൾ പതിവ് പോലെ തന്നെ ഫസ്റ്റ് ഷോ പോയി കണ്ടു. ഞാനും എൻ്റെ ഫ്രണ്ട് ജെനിലും അജയും പിന്നെ എൻ്റെ മൈ ഡിയറസ്റ്റും ഞങ്ങൾ ഒരുമിച്ചാണ് പോയി കണ്ടത്. അപ്പം ശരിക്കും ഈ ഒരു ഫെസ്റ്റിവൽ ഒക്കേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫിലിം, പ്രത്യേകിച്ച് ആ ഒരു കോമ്പിനേഷൻ സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ, സത്യൻ അന്തിക്കാട് നമുക്കറിയാമല്ലോ ഒരുപാട് ഈ നന്മ എന്നുള്ളൊരു സാധനം എലിവേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡയറക്ടറാണ്. എല്ലാ സിനിമയ്ക്കകത്തും അതിന് ഒരുപാട് എംഫസൈസ് ഉണ്ട്. പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം അത് ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു കുറേ സിനിമകളിൽ. കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, മകള് പോലത്തെ സിനിമകളൊക്കെ. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പം പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി, ഒരു നല്ലൊരു ഫാമിലി ഡ്രാമ. എക്സാക്ട്ലി. ആ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ഒരു ഡ്രാമ അതിനകത്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആകും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒട്ടും എന്താ പറയാ നമ്മള് ഒരു രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. എന്നാൽ ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാൽ എന്നുള്ള നടൻ്റെ ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് കാണുമ്പോൾ ശരിക്കും വിഷമം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയിൽ ഇങ്ങനത്തെ എത്ര സിനിമകൾ ചെയ്യായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മൾ മിസ് ചെയ്തു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലൊരു സിനിമ കിട്ടി. ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഒരു സിനിമ, മലയാളത്തിൽ പ്രത്യേകിച്ച് ഒരു സിനിമയുടെ ഔട്ട്കം തീരുമാനിക്കുന്നത് ഫാമിലി പ്രേക്ഷകരാണ്. അപ്പം ഈ ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഓണത്തിന് ആസ്വദിച്ച് കണ്ട് നല്ലൊരു ഓണം ഒരു മൂഡ് വരും ഈ മൂവി കാണുമ്പോൾ. പിന്നെ ഒരു ഏറ്റവും വലിയൊരു ഫാക്ടർ എന്താ പറയുക, നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് നമ്മൾ ഇപ്പം പേരൻസ്, നമ്മളുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഏറ്റവും ക്ലോസ് ബോണ്ടുള്ള ഇവരെയൊക്കെ കൂടെ നമ്മൾ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പം ഒരു ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ആ സിനിമയ്ക്കകത്ത് തന്നെ ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അതിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് മോഹൻലാൽ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആക്ച്വലി ഇങ്ങനെ ഒരുപാട് റിലേറ്റീവ്സും അങ്ങനത്തെ ക്ലോസ് ബോൺസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളീൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളെ പുള്ളീൻ്റെ ലൈഫിലേക്ക് കിട്ടുന്നു. അവരുമായിട്ടുള്ള പുള്ളീൻ്റെ ഒരു എക്സാക്ട്ലി കറക്റ്റ് വേർഡ് ഇട്ടോ, അത് കറക്റ്റ് ആയിരുന്നു. ആ ഒരു പുതിയ ലൈഫ്, ആ ഒരു സിനിമയിൽ തന്നെ ആ പുതിയ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. മാളവികന്റെ ഫാനാണ്. പക്ഷേ ശരിക്കും മോഹൻലാലിന്റെ ഫാനാണ്. പക്ഷെ മാളവിക എന്ന് പറയുമ്പോ ലൈക്ക് എന്റെ ഒക്കെ ഇതിലെന്ന് പറയുമ്പോ മാളവിക പട്ടം പോലെ ആ മൂവിയിലൊക്കെ ഞാൻ മാളവികന്റെ ഭയങ്കര ഒരു ഒന്നാമത് കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഒരു ഇതായിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാല് സംഗീതിന്റെയാണ്, സംഗീത് പ്രതാപ്. കാരണം സംഗീത് പ്രതാപ് എന്നുള്ള ആ ഒരു ന്യൂജൻ ആക്ടർ മോഹൻലാലിന്റെ കൂടെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇവർ തമ്മിലൊരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുള്ളത്. കാരണം രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. മോഹൻലാലിന്റെ പ്രത്യേകത ഏത് ആൾക്കാരെ കൂടി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. എക്സാക്ട്ലി. കാരണം സംഗീതമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പം ലാലേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള്, സംഗീത് ഇത്രയും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഇവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കും സംഗീത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഹി വാസ് ലൈക്ക് വെരി കംഫർട്ടബിൾ. എക്സാക്ട്ലി. ആ ഒരു പടം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംഗീത് ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത ആഫ്റ്റർ എ വെരി ലോങ് ടൈം സംഗീതയുടെ ഒരു നല്ലൊരു തിരിച്ചുവരം തന്നെ നമുക്ക് പറയാം. കാരണം മലയാളത്തിലേക്ക് ഒരു എന്താ പറയാ അഭിനയിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം ഒന്നും ഈ മൂവിയിൽ ആരും ചെയ്തതായിട്ട് തോന്നില്ല. എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിട്ട് ആക്ച്വലി ഒരു മൂവി കണ്ട ഫീൽ ഒന്നും ഇല്ല. നമ്മളുടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്കായി. കാരണം നല്ല രീതിയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് വാസ് റിയലി ഗുഡ്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആ സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു സാധനം ആ സിനിമയിൽ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഡ്യൂറേഷൻ, ഇങ്ങനത്തെ ടോപ്പിക്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ഒരല്പം ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി ആളുകൾ അല്പമെങ്കിലും ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നുള്ളതാണ്. 2.5 മണിക്കൂർ ഈ സിനിമയുണ്ട്. പക്ഷേ ഈ 2.5 മണിക്കൂറും അതെ എൻഗേജ്ഡ് ആണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് എൻഗേജ്ഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയാ ഓവർ ദ ടോപ്പ് സാധനങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമ. പക്ഷെ കണ്ടിരുന്നവർ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ അയ്യോ ഇതൊരു ബോറടിക്കുന്നു അങ്ങനത്തെ ഒരു ഫീൽ ഒന്നുമില്ല. ആ സമയം നമുക്ക് തോന്നുന്നില്ല. എങ്ങനെ മൂവി കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നല്ല ചിരിച്ച് കളിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ലൈക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂവി. എക്സാക്ട്ലി. അപ്പൊ ഓണത്തിന് നല്ലൊരു ലാലേട്ടൻ സിനിമ തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ള ആളുകൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിക്കോ. ഹാട്രിക് ആണ് ഡെഫിനറ്റ്ലി. ദിസ് ഇസ് എ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ. സോ വൺസ് അഗെയിൻ സോ ഹാപ്പി ഫോർ 2025. ലാലേട്ടന്റെ മടങ്ങി വരവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോട്ടക്കം പൊടിച്ചിട്ടുള്ള വരവാണ്. ഭയങ്കര സന്തോഷം. അതുപോലെ അഡ്വാൻസ് ഹാപ്പി ഓണം. യെസ്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ
and subscribe.